തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു. മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി തൃശ്ശൂരിൽ അതിശക്തമായ മത്സരം നടക്കുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ നേട്ടം, BJPയുടെ വളർച്ച എല്ലാം തന്നെ LDF UDF മുന്നണികൾ അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി K അബ്ദുൽ ഖാദർ നമ്മോടൊപ്പം ചേരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു വലിയൊരു നേട്ടം ഉണ്ടായിരുന്നു. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്? ഒരു സാധ്യതയില്ല. തൃശ്ശൂർ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻതോതിൽ വിജയം നേടും. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ നഗരസഭകളും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നേടും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കോർപ്പറേഷനിലും അത്തരത്തിൽ നല്ല വിജയം നേടാൻ കഴിയും. BJPയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ പ്രാദേശികമായിട്ട് അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഇവിടെ ജയിച്ച MPയുടെ 1.25 വർഷക്കാലത്തെ പെർഫോമൻസ് യഥാർത്ഥത്തിൽ BJP നേടിയെന്ന് അവകാശപ്പെടുന്ന ആ വിജയം അവർക്ക് തന്നെ തിരിച്ചടിയായി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക്കൽ ഉദാഹരണമായിട്ട് സുരേഷ് ഗോപി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഈ ജില്ലയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. കോൺഗ്രസ് ആവട്ടെ തമ്മിലടി രൂക്ഷമായി, പരസ്പര വീഴ്പ്പലക്കൾ കൊണ്ട് മുഖരിതമാണ് കോൺഗ്രസ്. അവർക്ക് പ്രത്യേക രാഷ്ട്രീയം യഥാർത്ഥത്തിൽ പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ജില്ലയിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ തൃശ്ശൂർ, പിന്നെ അവിണിശ്ശേരി പഞ്ചായത്ത്, ഇതിലൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം ഒരു നിലവിൽ അവർക്ക് ഉണ്ട്. അതിനെ മറികടക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നാണ് പറയുന്നത്. അവിണിശ്ശേരി ഞങ്ങൾ തിരിച്ചു പിടിക്കും. അവിണിശ്ശേരിയിൽ നല്ല മുന്നേറ്റം LDF നടത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലാവട്ടെ കഴിഞ്ഞ തവണത്തെ സ്ഥിതി നിലനിർത്താൻ പോലും BJPക്ക് കഴിയില്ല. അവിടെ LDFന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലാവട്ടെ, തൃശ്ശൂർ കോർപ്പറേഷനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ള വർധനവ് ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ അവർക്ക് കഴിയില്ല. പ്രാദേശികമായി മികച്ച ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF രംഗത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയും വിശ്വാസവുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ അവർ അവകാശപ്പെടുന്നത് വലിയ തോതിൽ തൃശ്ശൂർ പ്രദേശങ്ങളിൽ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നതാണ്. അത്തരത്തിലൊരു പരിശോധനയ്ക്ക് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വിവാദമെങ്കിൽ അത്തരം പരിശോധനയ്ക്ക് മുതിരുവത്താണ്. അല്ല, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ ഓരോ ഡിവിഷനിലും ചേർത്ത വോട്ടുകളുടെ എണ്ണം കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്ക ഇത്തവണ ഞങ്ങളുടെ മുന്നിലില്ല. അങ്ങനെ ഒരു അവകാശവാദത്തിന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രസക്തിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 5 വർഷവും കോർപ്പറേഷൻ ഭരണം LDFനായിരുന്നു. പക്ഷേ അതിനകത്ത് മേയറായിരുന്ന ആൾ MK വർഗീസ്, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു എന്നാണ് LDFന് പിന്തുണയായതാണ്. അദ്ദേഹം ഇത്തവണ വ്യക്തമാക്കിയത് ഇടതുപക്ഷത്തോടൊപ്പം ഒരു പ്രചരണത്തിനും ആളില്ല എന്നതാണ് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊരു നീതികേടല്ലേ? സത്യത്തിൽ 5 വർഷം മേയറായിരുന്ന ഒരാൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ LDFന് കൈയൊഴിയുന്നു എന്നുള്ള സ്ഥിതി. ഇല്ല, അദ്ദേഹം ഇന്നലെ നടന്ന ഞങ്ങളുടെ സൗഹൃദ സംഗമത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം LDFൻ്റെ വിശദീകരണ ജാഥകളിൽ ചിലതിൽ പങ്കെടുക്കുകയുണ്ടായി. LDFൻ്റെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഭരണത്തിൽ ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും LDFന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ നിലപാടിൽ ശ്രീ വർഗീസ് തുടരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആൾ മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആൾ സജീവമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ശ്രീ MK വർഗീസ് LDF പ്രചാരണത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹം തന്നെ വളരെ വ്യക്തമാക്കും തൻ്റെ ആശയങ്ങളോട് യോജിപ്പുള്ള ഒരു അന്തരീക്ഷം വന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരുമായി സഹകരിക്കാൻ തയ്യാറാണെന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ആൾ നടത്തുകയുണ്ടായി. അത് എല്ലാ മുന്നണികൾക്കും വാതിൽ തുറന്നിടുന്നു എന്ന ഒരു സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. അതൊരു ഉചിതമാണോ? അല്ല, കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് വളരെ ക്ലിയറാണ്. അതായത് സുരേഷ് ഗോപി നേരത്തെ നടത്തിയ അവകാശവാദങ്ങളൊന്നും വസ്തുതാപരമല്ല. അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും MP ആയ ശേഷം
കോർപ്പറേഷന് വേണ്ടി ചെയ്തിട്ടില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യക്തമാണ്. അതിൽ തന്നെ നിൽക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം BJPക്ക് ഇപ്പോൾ എന്തായാലും പോവില്ല. ഞങ്ങളുടെ പ്രതീക്ഷ അതാണ്. പിന്നെ ഈ BJP ഉയർത്തുന്ന ഒരു തരത്തിലുള്ള ഭീഷണികളും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസം. BJPക്ക് യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്ത് വാദഗതിയാണ് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്? ഈ നാടിൻ്റെ വികസനത്തിന് LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയല്ലേ, ജനങ്ങളുടെ മുന്നിലുള്ളതല്ലേ. ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നു, അത് വർദ്ധിപ്പിക്കുന്നു, ദാരിദ്ര്യരെ ഇല്ലാതാക്കുന്നു, ക്ഷേമ പദ്ധതികൾ നിരവധി നടപ്പിലാക്കുന്നു. അത്തരത്തിൽ ജനങ്ങളുടെ മുന്നിലുണ്ട് ഒരു പ്രാദേശിക ഭരണ സംവിധാനം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കെല്ലാം അറിയാലോ. ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഗ്രാമീണ സ്ഥിതി BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങനെ ജനങ്ങൾ അന്ധരാണ്, അവർക്കൊന്നും അറിയില്ല എന്നൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. തീർച്ചയായും ജനങ്ങൾ LDFനൊപ്പം നിൽക്കും എന്ന് ഞങ്ങളുടെ പ്രതീക്ഷ മാത്രമല്ല, അതൊരു വസ്തുതയുമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിനാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ നേട്ടം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, നിലവിൽ അവരുടെ കൈവശമുള്ള പഞ്ചായത്ത് ഉൾപ്പെടെ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയും LDF നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നു. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ.